ഈ 3 പേരായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3G ആവുമെന്ന് പറഞ്ഞു കേൾക്കാത്തവരായിട്ട് പൊതുവേ നമ്മുടെ കേരളത്തിൽ മലയാളികൾ ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എൻ്റെ വീട്ടിലും ഞാനത് കേട്ടിട്ടുണ്ട്. ഒരു വഴിക്ക് പോകുമ്പോൾ, ഒരു കാര്യത്തിന് പോകുമ്പോൾ 3 പേരായിട്ട് ഇറങ്ങരുത്, പോയ കാര്യം നടക്കത്തില്ല എന്നൊക്കെ. അതിപ്പോൾ ഒരു ഫാക്റ്റാണോ അല്ലെങ്കിൽ അതങ്ങനെ ഒരു വിശ്വാസം പോലെ, ഒരു മിത്ത് പോലെ പടർന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് പറയാനറിയത്തില്ല. പക്ഷെ ഞാൻ ആലോചിക്കും, ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ, ഇനി അങ്ങനെ ഒരു കാര്യം നടന്നില്ല, പക്ഷേ അതിനെക്കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലല്ലോ, ഇപ്പം പ്രശ്നമില്ലാത്തൊരു കാര്യമല്ലേ. ഇത് അതുപോലത്തെ ഒരു വീഡിയോ ആണ്. അതായത് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയത്, അതായത് നമ്മളെ ഈ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് ചെയ്തത്, അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയത്, അതിനൊക്കെ കാരണം ഈ ഒരു പറഞ്ഞൊരു സംഭവമാണ്. അതായത് 3 പേരായിട്ട് പോയ കാര്യം നടന്നില്ല, 3G ആയി ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ വരുന്നത്. ഞങ്ങൾ ഹൈക്കോർട്ടിൽ വേറൊരു ആവശ്യത്തിന് പോയതായിരുന്നു. വേറെ ഒരു ആവശ്യത്തിനെന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ പണയം വെച്ചൊരു സാധനം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ നമ്മളെന്ന് പറയുമ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉണ്ണി, ഞാൻ ഈ എപ്പോഴും ഉണ്ണി പറയുന്നതിന് ആളിന് എന്നാ പേര് അമിൽ ചന്ദ്രൻ, അത് എങ്ങനെ പറയാം, അമിൽ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ണി എന്ന് പറയേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ കാവടി തുള്ളി പോകുന്നതാണ് സുമ. ഓക്കെ, ആൻഡ് ഈ പുറകെ വരുന്നതാണ് ഞാൻ. ബൈ ദ വേ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നു, വീഡിയോയിൽ അവിടെ ഇവിടെയും വന്നു പോകണമെന്നല്ലാതെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പേര് രേഷ്മ, ആൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അമിൽ ചന്ദ്രൻ. ഞാൻ ആളെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ വിളിച്ച് ശീലിച്ചാലേ നമ്മൾ വരികയുള്ളൂ. അങ്ങനെ ഉണ്ണിന്ന് വന്നു പോകുന്നത്. ഓക്കെ, പറഞ്ഞു വന്നത്, നമ്മൾ പണയം വെക്കാൻ പോയ സാധനം തിരിച്ചെടുക്കാൻ വന്നപ്പം അവിടെ കുറേ കയ്യിൽ പൈസ കയ്യിലായിട്ട് വേണം, അക്കൗണ്ട് ട്രാൻസ്ഫർ പറ്റത്തില്ല, അല്ലെ പാതി വേണം, പിന്നെ ആണെങ്കിൽ ആളുടെ ആണെങ്കിൽ ലിമിറ്റും കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മൊത്തം നടന്നില്ല. അത് മൊത്തം നടക്കാതെ ഇരുന്ന് നമ്മളെന്നാൽ പിന്നെ ഒരു ചായയെങ്കിലും കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോട്ടിങ്ങിൻ്റെ ഇതുമായിട്ട് ആ ചേട്ടനെ കണ്ടതും. എന്നാൽ പിന്നെ ബോട്ടിങ് പോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചാടിത്തുള്ളി ഇതിലേക്ക് കയറുന്നതും. ഓക്കെ, നമ്മളിങ്ങനെ കയറി, ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഇന്ത്യൻ തുടക്കത്തിലേക്ക് കാണിച്ചിട്ട് ഒരു ചെറിയൊരു ഹൗസ് ബോട്ടിൻ്റെ ഒരു ഔട്ട്ലുക്കൊക്കെ ഉള്ളൊരു ബോട്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട്. ഫസ്റ്റ് ആ കാവടി തുള്ളി മുകളിലേക്ക് പോയത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ അടിപൊളിയായിരിക്കുമല്ലോ, നല്ല വ്യൂസ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് തുള്ളി മുകളിൽ ചെന്നപ്പം ഓൾറെഡി അവിടെ ആൾക്കാരെല്ലാം സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുവാണ്. പിന്നെ നമ്മൾ തിരിച്ച് താഴേക്ക് തന്നെ വന്നു. താഴെയും ആൾക്കാരുണ്ടായിരുന്നു. താഴെ വന്ന് നമ്മൾ സീറ്റൊക്കെ പിടിച്ച് ഞാൻ മുടി കെട്ടി വെക്കുന്നത് എന്താ അറിയോ, ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ആകെ കൂടെ ഉള്ളത് 4, 3, 7 മുടിയാണ്. ഇനി അതും പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുടി കെട്ടി വെച്ചതാണ്. പിന്നെ അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ആ പച്ച ബോട്ട് ഇഷ്ടം, തൊട്ടപ്പുറത്ത് കണ്ട പച്ച ബോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ബോട്ടിങ്ങിന് വന്നത് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവ്, ബോട്ടിങ്ങിന് വന്നതല്ല, നമ്മൾ ബോട്ടിങ് ഇപ്പോൾ ചെയ്യുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. ആൻഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല പോലെ മഴക്കാറൊക്കെ ആയി, ഇത് ഉച്ച സമയത്താട്ടോ, അതൊരു 12 മണി 11:45 നമ്മൾ ബോട്ട് എടുത്തത്. ഓക്കെ, ആ ഒരു സമയമാണ്, നിങ്ങൾ നോക്കി ഭയങ്കര മഴക്കാർ പോലെ, നല്ല കാറ്റ്, നല്ല ഇരുണ്ടുകൂടി സംഭവം. ചെറിയ ഇതായിട്ട് നമുക്കൊരു സ്കെയറി ഹൊറർ ടച്ച് കിട്ടുന്നുണ്ടെങ്കിലും, ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് കേട്ടോ കിട്ടുന്നുണ്ടെങ്കിൽ പോലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുമ്പം, നല്ല കാറ്റ്, നല്ല വെതറ്, അത് ആ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. അതൊക്കെ നല്ലൊരു അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ബോട്ടിങ്ങിൻ്റെ ഈ ഒരു ഇതിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാണുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു തരും. അപ്പം ഇനി അത് കേട്ടു. എൻ്റെ പേര് ജോൺസൺ, ഞാൻ ഈ സ്ഥലത്തെ പറ്റിയുള്ള കാരണം പറഞ്ഞുതരാം. വടക്ക് നിന്ന് വരുന്ന പെരിയാർ നദി, തെക്കിന് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വേമ്പനാട് കായൽ, ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുന്നത് പടിഞ്ഞാറേ ഭാഗത്ത് അറേബ്യൻ സീയിൽ നമ്മളങ്ങോട്ട് പോവാം. നേരത്തെ എറണാകുളം ജില്ലയിൽ ചെറുതും വലുതുകൊണ്ടുള്ള 24 ദ്വീപുണ്ടായിരുന്നു. ഇപ്പം മിക്കവാറും എല്ലാം പാലം കെട്ടി കണക്ട് ചെയ്ത്, ആദ്യത്തെ പാലം ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. പാലത്തിൻ്റെ പേരാണ് ഗോശ്രീ. ഫസ്റ്റ് പാലം കണക്ട് ചെയ്യുന്നത് എറണാകുളം ബോൾഗാട്ട്, സെക്കൻഡ് ഐലൻഡ് വല്ലാർപാടും, തേർഡ് വൈപ്പിൻ. ഇവിടുത്തെ ഏറ്റവും നീളം കൂടിയ ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. അതിൻ്റെ ലെങ്ത് സ്ട്രെച്ച് 25 കിലോമീറ്റേഴ്സ്. ഒരു കോർപ്പറേഷൻ ലിമിറ്റേഷൻ നമ്മൾ ഗവൺമെൻറ് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഷിപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുന്ന് ഈ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഈ ക്രൂഡ് ഓയിൽ എക്സ്പ്ലേറ്റ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്ന കൊച്ചി ട്രിബ്യൂണറി കണക്ട് വഴി ഇതിനുള്ള ദൂരം 20 കിലോമീറ്റർ. കറബിൻ്റെ പേരാണ് അമ്പലമുകൾ. എവിടെയാണ് നമ്മുടെ റിഫൈനറി ഉള്ളത്? ഈ ക്രൂഡ് ഓയിൽ അവിടെയാണ് പ്രോസസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ഓയിൽ ബർത്ത്. അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല ചേട്ടൻ, ഇനി ഹിന്ദിയിലും പറഞ്ഞു തരുന്നുണ്ട്.
മലയാളം അറിയാത്തവർക്ക് ആ ബോട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടേ. पेरियार एंड वेमनाड ये दोनों उधर बीच होते हैं आराम से में पहले एर्नाकुलम डिस्ट्रिक्ट में 24 आइलैंड था टापू अभी पूरा पूरा लिंक हो गया ब्रिज के साथ फर्स्ट ब्रिज और राइट हैंड साइड होइए നല്ല അടിപൊളിയായിട്ട് ഹിന്ദിയിൽ പറഞ്ഞില്ലേ ചേട്ടാ. ഞാൻ നോക്കുമ്പം ഓക്കെ കേട്ടാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ലാംഗ്വേജ് ഉള്ളത്, അതിനുള്ളത് പുള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണ് എവിടേക്ക്, നമ്മുടെ ബോൾഗാട്ടി പാലസിലേക്ക്. ഞാൻ ഇന്നേ വരെ ഒരു 4 വർഷത്തോളമായി എറണാകുളത്ത് താമസിക്കുന്നു. ഇന്നേ വരെ ഞാൻ ഈ ബോൾഗാട്ടി പാലസിലേക്ക് കാണാം, വെറുതെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പോലും ഞാൻ ചെന്നിട്ടില്ല. ഇത് കൂടെ അന്ന് നമ്മൾ മറ്റേ വാട്ടർ മെട്രോയുടെ വീഡിയോ ചെയ്തു, അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ അല്ലാണ്ട് ഇങ്ങനെ കണ്ടിട്ടില്ല, ചെന്നിട്ടില്ല അതിന് വേണ്ടിയിട്ടായിട്ട്. ഡച്ചാരിക്കട്ടെ ബിൽഡിംഗ് ഇപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തത് KTDC ഹോട്ടലാണ്. കേരള ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ 3 സ്റ്റാർ കാറ്റഗറി ഹോട്ടൽ. ഈ സ്ഥലം വെരി ക്യൂട്ട് പ്ലേസ് ആണ്. ഇവിടെയാണ് മലയാളം സിനിമ പിടിച്ചത്, മൈ ബോസ്, വെള്ളി നക്ഷത്രമൊക്കെ ഇവിടെ പിടിച്ചത്. യാ बच्चे राइट हैंड साइड एरिया का नाम है बोलघाटी. ये सामने वाला बोलघाटी पैलेस बनाया डच पीपल ने बनाया 1744. अभी ये कन्वर्ट किया मेंटेन करते KTDC होटल, केरला टूरिज्म डेवलपमेंट कॉर्पोरेशन एंड 3 स्टार कैटेगरी होटल एट प्रेजेंट. ഇവിടെയാണെങ്കിൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ അങ്ങനത്തെ മൂവി ഷൂട്ടിംഗ് അല്ല, അല്ലാണ്ട് നമ്മൾ ഡാൻസും അതും ഇതൊക്കെ ഷൂട്ട് ചെയ്യില്ല, അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നിയർലി 2 കിലോമീറ്റേഴ്സ്. അവിടുത്തെ പ്രത്യേകത അതിനകത്തൊരു 7 കുടുംബക്കാർ താമസം, 14 ഓട്ടർമാരെ ടോട്ടോവാ. ഇവിടെ ബോട്ടിന്റെ റൈറ്റ് സൈഡ് ഈ ക്രെയിൻ കാണുന്നുണ്ടോ, ഇതാണ് ദുബായ്. 3600 കോടി രൂപ. ഇതിനൊരു എഗ്രിമെന്റ് കോൺട്രാക്ട് ഉണ്ട് 35 കൊല്ലത്തേക്ക്. ഇപ്പൊ കിട്ടുന്ന പ്രോഫിറ്റിന്റെ 70% ദുബായിക്ക്, 30% കൊച്ചിൻ നിർമ്മിച്ചിട്ട്. ഇതാണ് നമ്മുടെ DP വേൾഡ്. ആ ചേട്ടൻ പറഞ്ഞു തരായിരുന്നു. DP വേൾഡ് എന്ന് പറയുമ്പോൾ ദുബായ് പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തത് ദുബായ് ഗവൺമെൻറ് ആണ്. എങ്ങനെ എത്രയാണ് 3600 crores ഒക്കെ പറഞ്ഞ് അങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയായിരുന്നേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഷിപ്പിൽ നിന്ന് പോർട്ടിൽ വെച്ചിട്ടൊക്കെ ഷിപ്പിൽ നിന്ന് നമ്മൾ ഈ കണ്ടെയ്നേഴ്സൊക്കെ അൺലോഡ് ചെയ്യുന്നത്? ഞാൻ ആദ്യമായിട്ട് കാണും. അതിൻ്റെ ആ ക്യൂരിയോസിറ്റി എല്ലാം ഞാൻ ആ പറഞ്ഞതിലുണ്ട്. അത് നോക്കി ആ കണ്ടെയ്നർ എടുത്തോട്ട് പോകണം കണ്ടോ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇത് നല്ല രസമുണ്ടായെന്ന് വെച്ചാൽ ആ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ അവർ ഷിപ്പിൽ നിന്ന് ഇങ്ങനെ അൺലോഡ് ചെയ്യുകയല്ലേ. അപ്പം ആ മെഷീനറീസും കാര്യങ്ങളും ക്രെയിനല്ല അതുപോലത്തെ സാധനമൊക്കെ യൂസ് ചെയ്ത്, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സുമയാണെങ്കിൽ ഈ ബോട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ ഇറങ്ങിയേക്കാനൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ ഈ ഇടയിൽ കൂടെ കൈയൊക്കെ ചൂണ്ടി പറയുന്നത്. ഇനി കുറച്ച് നേരം നല്ല കാഴ്ചകളൊക്കെയാണ്, നിങ്ങളതൊക്കെ ആസ്വദിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാം. ഈ സ്പീഡ് ബോട്ട് കണ്ടോ, നമുക്കിവിടെ നമ്മളിപ്പോൾ കയറിയ പോലത്തെ ബോട്ടിംഗ് സർവീസ് മാത്രമല്ല ഉള്ളത്, സ്പീഡ് ബോട്ട്സും അവൈലബിൾ ആയിരുന്നു അവിടെ. റേറ്റിന് അത്യാവശ്യം നല്ല വ്യത്യാസം വരും. റേറ്റിന് വ്യത്യാസം എന്ന് പറയുമ്പം ഈ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ പെർ ഹെഡ് 200 rupees വരുന്നത് ഫോർ 1 hour. ഓക്കെ, സ്പീഡ് ബോട്ട് എന്ന് പറയുമ്പോൾ 1 hour ഇല്ല, ഹാഫ് ആൻ അവർ ആണുള്ളൂ. പക്ഷേ നമ്മൾ ഈ 1 hour കവർ ചെയ്യുന്നതെല്ലാം അത് ഹാഫ് ആൻ അവർ കവർ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. സ്പീഡ് ബോട്ടാണല്ലോ സ്വാഭാവികം. അതിൻ്റെ 2 റേറ്റിംഗ് ആണ് വരുന്നത്. അതിൻ്റെ സ്പീഡ് HP പവർ വെച്ചിട്ട് 1500 പിന്നെ ഒന്ന് അതിലും കൂടുതലുള്ളതും. എത്രയാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്. ആ ചേട്ടൻ പറഞ്ഞത് നമ്മളങ്ങനെ അറേബ്യൻ സീയിൽ എത്തിയിരിക്കുന്നു, അതായത് കായലും കടലും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റിൽ എത്തി. അതാണ് ഈ പോയിന്റ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പുറത്തെ കായലും അപ്പുറത്തെ കടലുമാണ്. പക്ഷെ കടലിലേക്ക് അങ്ങനെ ബോട്ട് കൊണ്ടുപോകത്തൊന്നുമില്ല. ആ ഒരു മേർജ് ആവുന്ന ഒരു പോയിന്റ് വരെ മാത്രമേ ഉള്ളൂ ഈ ബോട്ട് റൈഡ്. കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു. അത് മുന്നേ കൂടെ ക്രോസ് ചെയ്ത് ഞാനത് വീഡിയോ കാണുമ്പോഴാണ് ഞാൻ താഴെയായിരുന്നു ഈ സമയത്തൊക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ റാങ്ക് എന്തെങ്കിലും പറയാം, അതായത് ഈ ബോട്ട് ഓടിക്കുന്ന ആൾ, അതാണ് ഈ ചേട്ടൻ.
ഈ പോണതും എനിക്ക് തോന്നുന്നു മീൻ പിടിച്ച് തിരിച്ച് കരയ്ക്ക് പോകുന്ന ഏതോ ഒരു ബോട്ടാണ്. ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ബോട്ടിൽ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ചെമ്മീനാണെന്നൊക്കെ. അങ്ങനെ നമ്മൾ കായലും കടലും ഒരുമിക്കുന്ന ആ ഒരു പോയിന്റിൽ വരെ ചെന്ന് അവിടെ കുറച്ച് നേരം ഒരു 2 to 3 minutes എങ്ങാനും അവിടെ ഒന്ന് ഹോൾട്ട് ചെയ്തിട്ട് നമ്മൾ U-turn എടുത്ത് തിരിച്ചു പോവുകയാണ്. ഓക്കെ, അവിടെ ആ ഒരു സൈഡിലേക്ക് എത്തുമ്പം മുകളിലിരിക്കുന്നവരോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം കടലും കായലും ഇതാന്നിടത്തില്ല. അപ്പം മറ്റേ ഓളമൊക്കെ കൂടും, ബോട്ട് കുലുങ്ങും. അപ്പം മുകളിലിരിക്കുന്നവരോട് പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ശ്രദ്ധിച്ച് പിടിച്ചൊക്കെ ഹോൾഡ് ചെയ്തൊക്കെ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ആ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ്. അതും പറഞ്ഞാൽ അങ്ങനെ അങ്ങ് അലയടിക്കുമായിരുന്നു. അങ്ങനെയല്ല, ഞാൻ ശരിക്കും കണ്ടായിരുന്നു ഡോൾഫിനെ. പക്ഷേ മറ്റേ നന്ദനത്തിലെ പോലെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ, ആ അവസ്ഥയായിപ്പോയി. സംഭവം ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക്, നമ്മളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ടെയിൽ മാത്രം കണ്ടു, ഇങ്ങനെ പോകുന്നു. അതിങ്ങനെ പോവുമല്ലോ, ഇങ്ങനെ ചാടി പോവില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് സംശയം ഡോൾഫിൻ, കാരണം നമ്മൾ ബോട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോൾഫിൻ സൈറ്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും വേറെ വല്ല മീനിൻ്റെ വാലൊക്കെ ആയിരിക്കും. മറ്റേ നമ്മുടെ എനിക്കറിയാൻ പാടില്ല, വേറെ മീനിൻ്റെ വാലായിരിക്കും എന്നൊക്കെ ചിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ആ ചേട്ടൻ അനൗൺസ് ചെയ്യുന്നത് ഡോൾഫിനെ കാണാറുള്ള ഏരിയ ആണ് ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും കൂടി ചാടിപ്പോയി. ഞാൻ എന്നിട്ട് സുമേനെ വിളിച്ച് കാണിച്ച് പിന്നെ അതിൻ്റെ പൊടി പോലും അവിടെയെങ്കിലും കാണാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടായിരുന്നു, സീരിയസ്ലി ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡോൾഫിനെ കണ്ടു എന്ന് കള്ളം പറയേണ്ട ആവശ്യം എനിക്കെന്താ? ഓക്കെ, അപ്പം നമ്മുടെ ബോട്ട് റൈഡ് അങ്ങനെ ആ പോയിന്റ് വരെ എത്തി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തല്ലേ പോയത്. അപ്പോൾ പിന്നെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് എല്ലാവരും താഴെ പോയി നിൽക്കാൻ പറഞ്ഞു. മുകളിൽ നിൽക്കേണ്ടവർക്ക് നിൽക്കാം, പാട്ടൊക്കെ ഇട്ട് ആ ഒരു വൈബില്ല, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങ് ദൂരേന്ന് നല്ല അടിപൊളി മഴ വരുന്നുണ്ടായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ അതങ്ങ് ദൂരേന്ന് വരുന്ന കാണാൻ എന്ത് ഭംഗിയാണോ. കടലിൻ്റെ നടുക്കാണ്, കടലല്ല, കടലിൻ്റെ ഇടയിലാണ്, വെള്ളത്തിലാണ്. എനിക്ക് വെള്ളം പേടിയാണ്, അതൊക്കെ നേരാണ്. പക്ഷേ ഈ മഴയൊക്കെ ഇങ്ങനെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ആ സമയത്ത് പേടി. ഞാൻ ആവശ്യം കയറിയ പാടെ ലൈഫ് ജാക്കറ്റൊക്കെ നോക്കി വെച്ചായിരുന്നു കേട്ടോ, അത് വേറൊരു കാര്യം. സംഭവം എന്താ അറിയോ, ഈ മഴ പെയ്തു തുടങ്ങിയപ്പം ഒരു സൈഡ് ഫുള്ള് ചാറിലടിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും നമ്മൾ നിന്ന് ആ സൈഡിലേക്ക് വന്ന് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ബോട്ടിൽ അനൗൺസ് വരെ ചെയ്തു, എല്ലാവരും ഒരു സൈഡിൽ പോയി നിൽക്കല്ലേ, ബോട്ടിൻ്റെ ബാലൻസ് തെറ്റും. ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡ്, നമ്മൾ നിൽക്കുന്ന സൈഡ് അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ ലൈഫ് ജാക്കറ്റൊക്കെ അതൊന്ന് തരാം അങ്ങനെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെ, ഞാൻ ഈ അനൗൺസ്മെൻറ്റും കൂടി കേട്ടപ്പോൾ ഞാനൊന്ന് എല്ലാവരോടും ഒന്ന് പല വഴിക്ക് നിൽക്കാൻ പറയാമെന്നൊക്കെ പറയുമായിരുന്നു. ഓക്കെ, അപ്പം അടുത്തതായി നമ്മുടെ സുമയുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ്. ആ പാട്ട് കേട്ടാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല.
പറയാലോ, ഇങ്ങനെയൊന്ന് എനിക്ക് അവളെ പോലെ ആകാൻ പറ്റുകയെന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ, ഇല്ല എന്നല്ല, അവൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ. പക്ഷേ അല്ലാതെ എന്നെപ്പോലെ മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഞാൻ അവളൊരു മൂലക്ക് പോയിരിക്കുകയായിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു എൻജോയ് ചെയ്യാനുള്ള മൂഡ് വരും. അത് നമ്മൾ മറ്റുള്ളവരെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പേടിച്ചിട്ടല്ല നിൽക്കുന്നത്, പക്ഷേ നമുക്കാ ഒരു കോൺഫിഡൻസ് ഇല്ല. ഒന്നാമത് ഞാൻ ഡാൻസ് ചെയ്യാറില്ല, പക്ഷേ സ്റ്റിൽ ഞാനെന്ന് പറഞ്ഞാൽ ഈ ക്രൗഡിലേക്ക് ചെല്ലുമ്പം കോൺഫിഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ക്രൗഡ് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആളാണ്. അങ്ങനെയുള്ള എനിക്ക് അവൾ ഇങ്ങനത്തെ ഉള്ളതാണ്, ഞാനിങ്ങനെ ഇവളെ പോലെ ആകാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈഫ് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ആരെയും പേടിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് വേണ്ട പോലെ, അതായത് വേറൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തത്ര കാലം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് ഷീ ഈസ് വെരി ലക്കി ഇൻ ദാറ്റ്. എന്നുവെച്ചാൽ പുള്ളിക്കാരിയുടെ ഹാപ്പിനെസ്സാണ് പുള്ളിക്കാരി നോക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാത്തത്ര കാലം പുള്ളിക്കാരിക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് അങ്ങനെ ആണെന്ന് ആവുമായിരിക്കും എന്തെങ്കിലും. ഓക്കെ, ആൻഡ് ഈ യൂട്യൂബും ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യണത് പോലും എനിക്കിപ്പോഴും വിശ്വാസം വരാത്തൊരു കാര്യമാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇത് അതിനൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എല്ലാവർക്കും അതുപോലെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ നമ്മളെ ഹാപ്പിനെസ്സും നമ്മുടെ ഇതും മാത്രം വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഹാപ്പിനെസ് നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും അങ്ങനെ പറ്റട്ടെ, അതാണ് കാര്യം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കരയ്ക്ക് എത്തിയിരിക്കുന്നു. ആൻഡ് നമ്മൾ തിരിച്ചെത്തിയത് 12:45 കഴിഞ്ഞു. 1 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട ആൾ വേണ്ടേ പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.